ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒത്തിരി കളർ ക്രിസ്റ്റൽസിന്റെ മാലകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാദസരം അങ്ങനെ ഒത്തിരി ഐറ്റംസും കുറച്ച് ക്ലിയറൻസ് സെയിലിന്റെ കുറച്ച് പീസസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കളർ ബാംഗിൾസ് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് പേജും അതേപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും ഫോളോയും ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. ക്രിസ്റ്റൽസ് മാത്രം വരുന്ന കളർ മാലകൾ നമ്മൾ ഫാൻസിയിൽ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കസ്റ്റമേഴ്സിന് ക്രിസ്റ്റൽസ് മാത്രമായിട്ടുള്ളതും ക്രിസ്റ്റലിന്റെ ചെയിൻസും എല്ലാം ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് എൻക്വയറീസ് നമുക്കത് വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നാണ്. നല്ല പാറ്റേണിൽ വരുന്ന ക്രിസ്റ്റൽസ് ആണ്. കംപ്ലീറ്റ് ക്രിസ്റ്റൽ വർക്ക്സ് ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് കണ്ടോ, അത് തന്നെയാണ് ഈ ക്രിസ്റ്റൽ മാലകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒത്തിരി വണ്ണമുള്ള ക്രിസ്റ്റലിന്റെ ബീഡ്സുള്ള ചെയിനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വണ്ണം കുറവുള്ളത്, അപ്പോൾ കുറച്ചും കൂടി പ്രായമുള്ളവർക്കും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ക്രിസ്റ്റൽസിന്റെ മാലകളാണ് കേട്ടോ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് ആണ് അവൈലബിൾ നമുക്ക് കണ്ടു നോക്കിയാലോ. എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ക്രിസ്റ്റൽസ് ആണ് ആദ്യം വരുന്നത്. പിന്നെ കാണിക്കുന്നത് ബ്ലൂ, നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ അത് വരുന്നത്. ഏകദേശം 6 പിടിയോളം വരുന്നുണ്ട് ഈ ചെയിൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് സാരീസിന്റെ കൂടെയും സൽവാസിന്റെ കൂടെയും ഒക്കെ ഇണങ്ങി പോകുന്ന തരത്തിലുള്ള ക്രിസ്റ്റൽസ് ആണ്. ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പോവത്തില്ല. അതാണ് ക്രിസ്റ്റൽസിന്റെ ഒരു ഹൈലൈറ്റ് തന്നെ. പിന്നെ മെറൂൺ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഒരു ഓണിയൻ പിങ്കിന്റെ ആ കളറാണ് കേട്ടോ. അതിന്റെ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലാണ് ടോണിലാണ് വന്നിരിക്കുന്നത്. അതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഓരോന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചേക്കാം. ഈ പാറ്റേണിലാണ് കേട്ടോ ചെയിൻ വരുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 ലെയർ പോലെ മെടഞ്ഞ് വരുന്ന ഒരു ചെയിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽസ് നിറച്ചും കംപ്ലീറ്റ് ക്രിസ്റ്റൽസ് ആണ് ഇതിൽ. ഇത് ബ്ലൂ കളറാണ് കേട്ടോ കാണിക്കുന്നത്. ബാക്കിൽ കൊളുത്ത് ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കൊളുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്രിസ്റ്റൽസ് ആകുമ്പോൾ ഇഷ്ടമുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് പല ഡ്രസ്സുകൾക്കും മാറി സിമ്പിളായിട്ട് വെയർ ചെയ്യാനും പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ജസ്റ്റ് 290 വരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് നേവി ബ്ലൂ ആണ്. ഇതാണ് കേട്ടോ പാറ്റേൺ. കണ്ടില്ലേ, കംപ്ലീറ്റ് ക്രിസ്റ്റൽസ് ആണ്, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. കഴുത്തിൽ വേറെ നല്ല ലുക്കായിരിക്കും കേട്ടോ. ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് ഒത്തിരി ഭംഗി എടുത്ത് കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ബ്ലൂ ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് കാണാനായിട്ട് പറ്റുന്നില്ലേ, അതാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ. മെറൂണും എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. കണ്ടില്ലേ മെറൂണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ, സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. കംപ്ലീറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഒത്തിരി വണ്ണം ഇല്ലാത്ത ചെയിനും കൂടിയാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ബാക്കിൽ ഇതുപോലെ കൊളുത്തുകളും കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടാനായിട്ട്. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് ബ്ലാക്ക് ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് കണ്ടില്ലേ, കരിമണി എത്രയും ഫേവറേറ്റ് ആണോ അതുപോലെ തന്നെയാണ് കേട്ടോ. ബ്ലാക്കിന്റെ ഏത് തരത്തിലുള്ള മാലകൾ കൊണ്ടുവന്നാലും ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. ഇതാണ് അതിന്റെ പാറ്റേൺ പോകുന്നത്. ഒത്തിരി ഷൈനിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. ബാക്കിൽ എല്ലാം സെയിം തന്നെയാണ് പാറ്റേൺ വരുന്നത്. ഏകദേശം 6 പിടിയോളം വരുന്നുണ്ട്. 290 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പിന്നെ നമ്മൾ അധികം കാണാത്ത ഒരു കളർ ക്രിസ്റ്റൽസ് ആണ് നമ്മുടെ ഈ ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് വരുന്നത്. ഇത് ഓണിയൻ പിങ്കിന്റെ കളറാണ് ഏകദേശം വരുന്നത്, പക്ഷെ അതിന്റെ കുറച്ചും കൂടി ഒരു ഡാർക്കർ ടോൺ ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഗ്രേപ്പ് വൈൻ്റെ ഒക്കെ പറയില്ലേ, ആ ഏകദേശം ആ കളർ ഇങ്ങനെയാണ് വരുന്നത്. ക്രിസ്റ്റൽസിന്റെ ഷൈനിങ് കണ്ടോ, നല്ല ഷൈനിങ് ഉള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാലകളാണ്. ബാക്കിലെല്ലാം സെയിം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കഴുത്തിൽ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുക. നല്ല ഷൈനിങ് ആണ് ക്രിസ്റ്റൽസ്. പിന്നെ 290 ഉള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസും കൂടിയാണ്. എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ കാണിക്കാം കേട്ടോ. ഇതാണ് ബ്ലൂ ആണ് വരുന്നത്. പിന്നെ വരുന്നത് മെറൂൺ ആണ് കേട്ടോ. ഷെയ്ഡ് നല്ല ഡാർക്കർ മെറൂൺ ആണ്. ഇതിൽ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ട് കാണാം, പക്ഷെ നല്ല ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ മെറൂണിന്റെ. ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. ജെറ്റ് ബ്ലാക്ക് പോലും അല്ല, നല്ല ഡാർക്കർ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. അപ്പോൾ 290 ഉള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി അവൈലബിൾ ആണ്.
COD കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, മറക്കരുത്. COD അവൈലബിൾ ആണ്. നമ്മൾ ഒത്തിരി അല്ലേ ക്രിസ്റ്റൽ മാലകൾ, കളർ ക്രിസ്റ്റൽ മാലകളാണ്. ഇനി നമുക്ക് കുറച്ച് കളർ ബാംഗിൾസ് കണ്ടാലോ? നല്ല ഭംഗിയുള്ള ഇനാമൽ പോലുള്ള വർക്കുകൾ വരുന്ന, നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ബാംഗിൾസ് ആണ്. പല കളേഴ്സും പല പാറ്റേൺസും നമ്മുടെ അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ബാംഗിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈസ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. എടുത്ത് കാണിക്കുകയൊക്കെ ഓരോ കളേഴ്സും. ആദ്യം നമ്മൾ കാണിക്കുന്നത് ഈ കളേഴ്സ് ആണ് കേട്ടോ. പേസ്റ്റൽ ഗ്രീനിൽ വരുന്ന കളേഴ്സ് ആണ്. ഇനാമൽ വർക്കാണ് കംപ്ലീറ്റ് പോകുന്നത്. ഈ പാറ്റേൺ ആണ്. പിന്നെ അടുത്തത് വരുന്നത് ജസ്റ്റ് ഒരു ഫ്ലവറിന്റെ, ചെറിയൊരു ഫ്ലവറിന്റെ പാറ്റേൺ ആണ്. നമ്മുടെ ക്രീം അല്ലെങ്കിൽ ഒരു വൈറ്റിൽ ബ്ലാക്ക് ആയിട്ടുള്ള കോംബോയാണ്. നമ്മുടെ ഈ ഓണത്തിനൊക്കെ സെറ്റായിരിക്കും കേട്ടോ. സെറ്റ് സാരിയുടെ കൂടെ ആയാലും സെറ്റ് മുണ്ടിന്റെ കൂടെ ആയാലും ചുരിദാറിന്റെ കൂടെ ആയാലും എല്ലാം സെറ്റായിട്ട് ബ്ലെൻഡ് ആയിട്ട് പോകുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കോംബോയിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് ഓപ്പൺ ബാംഗിൾസ് വരുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, നമുക്ക് കയ്യിൽ വെയർ ചെയ്യാം. ഈസിയാണ് ഐറ്റംസ് യൂസ് ചെയ്യാനൊക്കെ. ഇതാണ് പാറ്റേൺസ് പോകുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ്. ചുറ്റും കളർഫുൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കംപ്ലീറ്റ് പാറ്റേണും പോകുന്നത്. അടുത്ത കളർ പാറ്റേണിൽ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് ഗ്രീൻ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, നമുക്ക് കയ്യിൽ വെയർ ചെയ്യാം, എന്നിട്ട് ക്ലോസ് ചെയ്യാം. അത്രയേ ഉള്ളൂ കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഡിസൈനിലാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ വയലറ്റും പിങ്കും ആയിട്ടുള്ള കോംബോ ആണ്. അത് ഒത്തിരി ഭംഗിയാണ്. നമ്മുടെ ബ്ലൂവും പിങ്കും ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കളേഴ്സാണ്. ഒരു ലൈറ്റ് ടോൺ, ഒരു ഡാർക്ക് ടോൺ, അങ്ങനെ വരുമ്പോൾ തന്നെ ഒത്തിരി ഭംഗിയാണ്. പിന്നെ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ്. അതും നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ക്രിസ്റ്റൽസിന്റെ കൂടെയിൽ നമുക്ക് ഈ ചെയിൻ്റെ കൂടെ ഇടാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഓറഞ്ച് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കോംബോ ആയിട്ട് വരുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് വീതിക്ക് വരുന്ന വളകളാണ്. ഒത്തിരി വീതിയല്ല, പക്ഷെ ചെറിയൊരു പൊടിക്ക് വീതിക്ക് വരുന്ന വളകളാണ്. അപ്പം ഇതൊക്കെയാണ്. ഇതിലേത് പർച്ചേസ് ചെയ്താലും 270 അത്രേ വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. കളർ ബാംഗിൾസ് ആണ്. ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൽ വരുന്നത് എല്ലാം കംപ്ലീറ്റ് കുറച്ചും കൂടി വീതി കുറഞ്ഞിട്ടുള്ള ഡിസൈൻസിലാണ് ഇത് വരുന്നത്. ഇത് കുറച്ചും കൂടി വീതിക്കുള്ള ഡിസൈൻസ് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിൾസ് ആണ്, ഒരു ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കളർ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണേ. കയ്യിൽ വെയർ ചെയ്യുന്നത് കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം കേട്ടോ. ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇത്ര ടൈം എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം വേണ്ടു ഈ ഒരു ഐറ്റം നമുക്ക് ഇടാനായിട്ടായാലും. ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് എടുത്ത് ഊരി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും ഞാൻ ജസ്റ്റ് വേഗം കാണിച്ചേക്കാം. ഇതിൻ്റെ ക്ലോസർ വ്യൂ കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഇടയിൽ ഗോൾഡൻ ലൈൻസും അതേപോലെ ആ പൂക്കളിൽ ബ്ലാക്കും നമ്മുടെ ക്രീമും വൈറ്റും കൂടി ബ്ലെൻഡായി വരുന്ന കളറും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നെക്സ്റ്റ് കുറച്ചും കൂടി വീതി കൂടിയ പാറ്റേണിൽ ഇതാണ് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺസും ഡിസൈൻസും ആണ് വരുന്നത്. അതിൻ്റെ ഫൈനൽ കളർ ഇതാണ് കേട്ടോ. ഇനി കാണിക്കുന്നത് ഇയറിങ്സ് ആണ് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഇയറിങ്സ് ആണ്. വൈറ്റ് സ്റ്റോൺസ് ആണ് ചുറ്റും വരുന്നത്. നടുക്ക് ബ്ലാക്ക് സ്റ്റോൺ ആണ് വരുന്നത്. ഒത്തിരി ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. 210 റേറ്റ് വരുന്നുള്ളൂ. ബാക്കിൽ സ്ക്രൂസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ആണ്. സ്റ്റോൺ വർക്കിൽ വരുന്ന ഇയറിങ്സ്. അപ്പോൾ ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ സെയിം നമ്മൾ യെല്ലോയിൽ അധികം കാണാറില്ല. നമ്മൾ യെല്ലോ സ്റ്റോൺ വർക്ക്സ് വരുന്നത് വളരെ കുറവാണെന്ന് തന്നെ പറയാം നമുക്ക്. ഇപ്രാവശ്യം യെല്ലോയും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് യെല്ലോൻ്റെ ആ നടുക്കുള്ള സ്റ്റോൺ കണ്ടില്ലേ? ചുറ്റും ബാക്കിയുള്ളത് സെയിം തന്നെയാണ് വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്ന ഒരു സൂപ്പർ കിഡിലൻ ഐറ്റം ആണ്. നമുക്ക് ഫംഗ്ഷൻ വെയർസിനും എല്ലാത്തിനും സിമ്പിളായിട്ടും ഹെവി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. നമ്മുടെ ഷോർട്ട് ചെയിൻ്റെ മോഡലിൽ വരുന്ന ഒരു ചെയിനാണ്. കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ്.
അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഡിസൈൻസിലും എല്ലാത്തിലും കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്കായാലും ഒരു ഡ്രോപ്പ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കംപ്ലീറ്റ് ചുറ്റും വൈറ്റ് സ്റ്റോൺസും നടുക്ക് റെഡ് സ്റ്റോണും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത് കളർ എന്ന് പറയുന്നത്. മേളിലേക്ക് പോകുമ്പോൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ചെയിനാണ്. നമ്മുടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഗോൾഡൻ ബോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇത്തിരി തിക്നെസ്സിൽ വരുന്ന ഒരു ചെയിനും കൂടിയാണ്. അത്യാവശ്യം തിക്നെസ്സിൽ വരും, ഇത്രത്തോളം വരും. ആവശ്യത്തിൽ കൂടുതൽ തന്നെ കണ്ണികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുമേ. ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ചെയിൻസ് ആണ്. 799 ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല വേർത്താണ്, പർച്ചേസ് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു ഡമ്മിലൊക്കെ കൂടി നമുക്ക് കണ്ടാലോ. കഴുത്തിൽ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ കണ്ണികൾ ബാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഇറക്കി ഇടണമെങ്കിൽ ഇറക്കി ഇടാം, കയറ്റി ഇടണമെങ്കിൽ കയറ്റി ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുവേ. കണ്ടോ, ബാക്കിൽ ഇത്രയും പോർഷൻ കണ്ണുകളാണ്, ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് വേണമെങ്കിൽ ഇത്രയ്ക്ക് ഇറക്കിയിടാം, കയറ്റി ഇടണമെങ്കിൽ കയറ്റി ഇടാം. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്ത് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഇത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സൂപ്പർ കിഡിലൻ മാലയാണ്. ആരും മിസ്സാക്കരുത്, പർച്ചേസ് ചെയ്യുക. 799 ഫ്രീ ഷിപ്പിംഗ്, നല്ല വേർത്താണ്. പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പർ കിഡിലൻ ഐറ്റം ആണ്. ഇനി നമ്മൾ കാണിക്കുന്നത് പാദസരമാണ്. ഗോൾഡ് പ്ലേറ്റിൻ്റെ നമുക്ക് ഡെയിലി യൂസബിൾ ആണ് നമ്മുടെ പാദസരം. അത്യാവശ്യ കാലം നിൽക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ അത് ഈ മോഡലിലാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെ ലവ് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ വരുന്നത് ചെയിനാണ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് കംപ്ലീറ്റ് പോകുന്നത്. കംപ്ലീറ്റ് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സ് ചെയിൻ്റെ മോഡലിൽ ലവ് പാറ്റേണിൽ വരുന്ന പാദസരമാണ് കേട്ടോ. സൈസ് 10, 11 അവൈലബിൾ ആണ്. എങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും. 210 വരുന്നുള്ളൂ. നല്ല ബഡ്ജറ്റ് പ്രൈസ് ആണ്. പർച്ചേസ് ചെയ്ത് നോക്കുക. ഡെയിലി യൂസബിൾ ആണ്. ഈ പാറ്റേണിൽ വരുന്ന പാദസരമാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. ഇതാണ് ലുക്ക് വരുന്നത്. കൊളുത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ കൊളുത്ത് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ക്ലിയറൻസ് സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന 1-2 ഐറ്റംസ് ആണ്. ജസ്റ്റ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു ഡാമേജോ ഒന്നുമില്ലാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ 1-2 പീസസ് മാത്രമേ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലിയറൻസിൽ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താമര കഴിഞ്ഞ ഓണത്തിന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു നോസ്റ്റാലജിക് ഫീലിംഗ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്ത് നോക്കുക. നമ്മുടെ ബ്ലാക്ക് ഇനാമൽ വെച്ചിട്ടുള്ള താമരയാണ് വരുന്നത്. ഈ ഇനാമലിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്ന്. ഒന്നിലും ജസ്റ്റ് ഒരു കളറ് പോവുക എന്തെങ്കിലും ചെയ്യുക ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. കളർ ഇല്ലായ്ക ഉണ്ടാവുക ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയറൻസിൽ 1-2 പീസ് ഉള്ളത് കൊണ്ട് കൊടുക്കണതാണ്. നല്ല ഫിനിഷിംഗ് ആണ് കണ്ടോ. ഇനാമൽ വർക്കൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഇനാമൽ വർക്കാണ്. അപ്പോൾ 150 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിനും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും താമരയോട് ഒത്തിരി ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം. അത് കൂടാതെ ഇതിന് ഇയറിങ്സും കൂടി വിത്ത് ഇയറിങ്സോട് കൂടിയാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ നല്ല വേർത്താണ്. 150 ഫ്രീ ഷിപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് തന്നെ നോക്കണേ. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. അടുപ്പിച്ച് വരുന്ന താമരയാണ്. അതിൻ്റെ വിത്ത് ഇയറിങ്സോട് കൂടിയുള്ള ചെയിനാണ് കേട്ടോ. നമുക്ക് ബാക്കിൽ ഡോറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ സൈസിനനുസരിച്ച്. നല്ല ഭംഗിയുള്ള ബ്ലാക്കിൻ്റെ ഇനാമിൽ വരുന്ന താമരയാണ്. ഇനി അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ നമുക്ക് പിങ്കിലും അവൈലബിൾ ആണ്. ഇതിൻ്റെയും ഇനാമൽ വർക്കിൻ്റെ ഫിനിഷിങ്ങും ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? നല്ല ഫിനിഷിങ്ങിൽ വരുന്നതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ? പിങ്കും ഗ്രീനും ആണ് കോംബോ ആയിട്ട് വരുന്നത്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 150 ഫ്രീ ഷിപ്പിംഗ് വളരെ വേർത്താണ്. നിങ്ങൾ ഒത്തിരി ജ്വല്ലറി ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തന്നെ തികച്ചും മാറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടാനായിട്ട് പറ്റും കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. ഇനാമലിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഇതിൽ ബാക്കിൽ ഡോറീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് 150 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട്.
ഓണായിട്ട് നമ്മൾ ക്ലിയറൻസിൽ പാലക്ക കാണിച്ചില്ലെങ്കിലോ, അപ്പോൾ തീർച്ചയായിട്ടും അത് കാണിക്കണ്ടേ. ഇത് ആന്റിക് ഫിനിഷിങ്ങിൽ വരുന്ന പാലക്കയാണ്. താഴെ ഗുങ്ക്രൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റും റൂബി സ്റ്റോൺസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 10 പെറ്റൽസ് ആണ് കേട്ടോ വരുന്നത്. ഒരു സൈഡിൽ 5 എണ്ണം, മറ്റേ സൈഡിൽ 5 എണ്ണം, അങ്ങനെയാണ് വരുന്നത്. അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ ഇതും കൂടി ക്ലിയറൻസിൽ നമ്മൾ കൊടുത്തേക്കാന്ന് വിചാരിച്ചു. വളരെ കുറവ് പീസസേ നമ്മുടെ കയ്യിലുള്ളൂ. 1-2 പീസസ് എങ്ങനെയേ ഉള്ളൂ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. 320 ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ല വേർത്ത് ആണ്. ഒരു ഡാമേജോ ഒന്നും ഇല്ലാത്ത ഐറ്റംസും കൂടിയാണ് നമ്മൾ ഈ ക്ലിയറൻസ് സെയിലിൽ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ അതിന്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ആന്റിക്കിന്റെ ഒത്തിരി പീസസ് നമ്മൾ വിറ്റതാണ്. അപ്പോൾ ഇതിൽ ബാക്കി കുറച്ച് പീസസേ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 1-2 പീസ് അത്രേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക. ഓണത്തിന് നിങ്ങൾക്ക് വേർത്ത് ആണ് കേട്ടോ. 320 ഫ്രീ ഷിപ്പിംഗിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പാലക്ക എന്ന് പറയുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പർച്ചേസ് ചെയ്ത് നോക്കണേ. ഇതിന്റെ ബാക്കിൽ നമ്മൾ ഡോറീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗ്രീൻ പാലക്കയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്